ഇന്നൊരു ഹട്ടി വ്ളോഗാണ് കേട്ടോ. ഒരിക്കലും പ്രതീക്ഷിക്കാണ്ട് ഒരു പ്ലാനും ഇല്ലാണ്ട് വന്നൊരു ഹട്ടി ട്രിപ്പാണ് കേട്ടോ ഇത്. ഇന്ന് ഉച്ചയ്ക്കില്ലേ എൻ്റെ കുഞ്ഞാമാൻ്റെ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങോട്ടെങ്കിലും ഒന്ന് ഔട്ടിങ്ങിന് പോകണമല്ലോ. അത് വിചാരിച്ചിട്ട് ഇതാ എല്ലാവരും കൂടെ കാറിൽ കയറിയിരുന്നു കേട്ടോ. ഒരു പ്ലാനും ഇല്ല, എങ്ങോട്ടേക്കാണെന്നില്ല, ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചു നാട് കാണിച്ചവരും ഒന്ന് കയറിയിട്ട് ചായ എല്ലാം കുടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെയല്ലേ അപ്പോഴാണ് ഓർത്തത് ഹട്ടി അതിന് തൊട്ടടുത്താണല്ലോ എന്ന്. അപ്പോൾ പിന്നെ നമ്മൾ ഹട്ടിയിലോട്ട് പോകാമെന്നില്ല പ്ലാന്. അങ്ങനെയാണ് കേട്ടോ ഉണ്ടായത്. അങ്ങനെയല്ലേ നിലമ്പൂരെല്ലാം കഴിഞ്ഞ് കുറച്ചൊന്ന് പോയപ്പോഴില്ലേ ഒടുക്കത്തെ മഴയായിരുന്നു കേട്ടോ. മഴ എന്ന് വെച്ചാൽ ഒന്നും പറയാനില്ലാത്ത മഴയായിരുന്നു. നല്ല കാറ്റും ഇടിമിന്നലും എല്ലാം ഉണ്ടായിരുന്നു. നമ്മളില്ലേ ഇനിയിപ്പോൾ ട്രിപ്പ് തിരിച്ചു തന്നെ മടങ്ങണമെന്ന് വരെ വിചാരിച്ചു കേട്ടോ. അത്രയും നല്ല മഴയായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ ഏതായാലും ഇതുവരെ എത്തിയില്ലേ, ഇനിയിപ്പോൾ പോയി നോക്കാമെന്ന് കരുതിങ്ങാണ്ടില്ലേ നമ്മൾ മുമ്പോട്ട് തന്നെ പോയിട്ടോ. അങ്ങനെ പിന്നെ ഇതാ നമ്മളിവിടെ ചുരം കയറാനായിട്ട് തുടങ്ങിയിട്ടോ. ചുരം കയറാനായിട്ട് തുടങ്ങിയപ്പോൾ അല്ലേ വെള്ളമെല്ലാം കുത്തി ഒലിച്ചിട്ട് അടിയിലോട്ട് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കാണുമ്പോൾ ചെറിയൊരു പേടിയെല്ലാം ഉണ്ട്. എന്നാലും അങ്ങനെ വീഡിയോ ഫുള്ളായിട്ട് കാണുക. കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ. അങ്ങനെയല്ലേ നമ്മൾ പോയപ്പോൾ ഇതാ കുറച്ചെല്ലാം കഴിഞ്ഞപ്പോൾ മഴയെല്ലാം ഒന്ന് മാറി കേട്ടോ. ചെറിയൊരു മൂടൽമഞ്ഞെല്ലാം വന്നു കേട്ടോ. ആദ്യം ചെറുതായിട്ടുള്ളൊരു കോട എല്ലാം വന്നു. പിന്നല്ലേ കുറച്ചെല്ലാം കഴിഞ്ഞപ്പോൾ നല്ല മഴയെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ ഇതുപോലത്തെ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് കാണുന്നുണ്ട് കേട്ടോ. നല്ല രസമല്ലേ കാണാൻ. ഇങ്ങനെ മഴ പെയ്യുമ്പോൾ ഇങ്ങനെ യാത്ര പോകാൻ നല്ലൊരു പ്രത്യേക രസമാണ് അല്ലേ. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അടിപൊളി ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ കൈയൊക്കെ ഒന്ന് പുറത്തിട്ട് നോക്കലാണ് കേട്ടോ. ഇത് മഴയാണോ അതോ കോടയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇല്ലേ മഴയൊന്നും അല്ല കേട്ടോ. മഴയെല്ലാം നന്നായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. ഇത് മൊത്തം കോടയാണ് കേട്ടോ. കണ്ടാൽ അങ്ങനെ മഴ തന്നെയാണെന്ന് തോന്നുന്നില്ലേ. അങ്ങനെയല്ലേ ഈ ഹട്ടിയിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു മഴയെല്ലാം കഴിഞ്ഞിട്ട് വരാനായിട്ട് നോക്കാം കേട്ടോ. ഒന്നെങ്കിൽ നമ്മൾ രാവിലെ വരണം, അല്ലെങ്കിൽ വൈകുന്നേരം വരണം കേട്ടോ. അപ്പോഴാണ് ഹട്ടിൻ്റെ ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ ഇതാ ഷുട്ട് ഇവിടെ നല്ല ഉറക്കിലായിരുന്നു. അവന് ഉറങ്ങിയെല്ലാം എഴുന്നേറ്റ് കേട്ടോ. പിന്നെ ഇതാ നമ്മൾ ചുരമെല്ലാം കയറി മുകളിൽ എത്തിയപ്പോഴില്ലേ ഇതുപോലെ ആയിരുന്നു കേട്ടോ അവസ്ഥ. മഴയെല്ലാം മാറി ചെറിയൊരു വെയിലും ഉണ്ട്. നല്ലൊരു സുഖമുള്ള കാലാവസ്ഥയായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഇതാ ഇനിയിപ്പോൾ ഇവിടെ നിന്നൊരു കുറച്ച് ദൂരേ ഉള്ളൂ കേട്ടോ ഹട്ടിയിലോട്ട്. കാണിയിലെ ഗുഡല്ലൂർ റോട്ടിലുള്ള പെട്രോൾ പമ്പിന് നേരെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ ഈ ഒരു ഹട്ടിയുടെ ലൊക്കേഷൻ വരുന്നത്. നേരെ ഓപ്പോസിറ്റിലെ ഇതുപോലത്തെ ഒരു റോഡ് കാണും കേട്ടോ. ചെറിയൊരു റോഡാണ്. അപ്പോൾ ഇതിലൂടെ ഒന്ന് നമുക്ക് കുറച്ചൊരു നീളം പോവാനുണ്ട് കേട്ടോ. നല്ല മഴ പെയ്തത് കൊണ്ടും ചെറിയൊരു ഇളം വെയിലെല്ലാം ഉള്ളത് കൊണ്ടും നല്ല രസമുണ്ട് കേട്ടോ. ഇന്നത്തെ ഇത് ഇങ്ങനെ ഹട്ടി കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇന്ന്. ആദ്യം നമുക്ക് ഇതാ ഒരു സൈഡ് ഇങ്ങനെ തേയിലത്തോട്ടങ്ങൾ ഇങ്ങനെ നിരന്ന് നിൽക്കുന്നത് കാണട്ടോ. നല്ല രസമില്ല ഇങ്ങനെ കാണാൻ. പിന്നല്ലേ പിന്നെയും കുറച്ച് ദൂരമൊക്കെ പോകുമ്പോഴല്ലേ ഈ രണ്ട് സൈഡും തേയിലത്തോട്ടമായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുമോ. നല്ല രസമുണ്ട് കാണാൻ. തേയിലത്തോട്ടങ്ങൾ കാണുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് ഇവിടെ നിന്നിട്ട് നല്ലൊരു ഫോട്ടോ എടുക്കണം എന്നാണ് കേട്ടോ. ഞാൻ കുറേ കാലമായി തേയിലത്തോട്ടത്തിൽ നിന്ന് ഫോട്ടോ എടുക്കണം എന്ന് വിചാരിക്കും. പക്ഷേ ഇതുവരെ നടന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് തേയിലത്തോട്ടത്തിൽ നിന്നുകൊണ്ട് നല്ലൊരു ഫോട്ടോ എല്ലാം എടുക്കണം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വരലാണ്. ഇനിയിപ്പോൾ നടക്കുമോ എന്തോന്നൊന്നും അറിഞ്ഞൂടാ കേട്ടോ. അങ്ങനെ പിന്നെ ഇതാ നമ്മുടെ രണ്ട് ഭാഗത്ത് ഇതാ തേയിലത്തോട്ടങ്ങൾ നല്ല രസത്തിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. ഒട്ടും തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയൊരു സ്ഥലം തന്നെയാണ്. അങ്ങനെയല്ലേ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്ന ആർക്കും ഇങ്ങോട്ടൊരു ഫസ്റ്റ് ഓപ്ഷനായിട്ട് ഇങ്ങോട്ടേക്ക് തന്നെ വരാം കേട്ടോ. അപ്പോൾ ഇങ്ങോട്ടേക്ക് തന്നെ വരണമെന്നില്ല. നമ്മൾ ഊട്ടി മൈസൂരെല്ലാം പോയില്ലേ, അപ്പോൾ ആ പോകുന്ന ആ ഒരു വഴിക്ക് തന്നെയാണ്. അപ്പോൾ നല്ല രസമുള്ളൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് ഹട്ടി കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇവിടെ വരിക. ഇവിടുത്തെ കാലാവസ്ഥയും ഭംഗിയും എല്ലാം ആസ്വദിക്കുക കേട്ടോ. അങ്ങനെയല്ലേ നമ്മൾ കുറച്ചും കൂടി അത്യാവശ്യം ഒന്ന് ഇറങ്ങി കേട്ടോ. ഇവിടെ ഒരു കുന്നാണ്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ദൂരത്തുനിന്ന് പോയപ്പോൾ ഇല്ലേ ഇതാ ഈ ഒരു സ്ഥലം ആയപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടില്ലേ. ആദ്യം തന്നെ ഞങ്ങൾ തേയിലത്തോട്ടത്തിലേക്ക് ഓടിട്ടോ അവിടെ നിന്നൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് ആരോ വിളിച്ച് പറയുന്നത് അങ്ങോട്ടേക്കൊന്ന് പോകണ്ട, അവിടെ കരടി ഉണ്ടെന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ വേഗം അതേ സ്പീഡിൽ അടിയിലേക്ക് തന്നെ ചാടി ഇറങ്ങി. അങ്ങനെയല്ലേ കരടുണ്ടെന്ന് അറിഞ്ഞ സ്ഥിതിക്ക് ഇതാ അന്നൂന് പെട്ടെന്ന് തന്നെ കാറിലോട്ട് ചാടി കയറി ഡോറെല്ലാം അടച്ചിരിക്കുകയാണ് കേട്ടോ. പുറത്തിറങ്ങിയിട്ടില്ല.
അടങ്ങുന്ന ഇത് സൂം ചെയ്തൊക്കെ കിട്ടുമോ? അങ്ങനെ ഉണ്ടല്ലേ? നമ്മൾ നിൽക്കുന്ന ആ താഴയില്ലേ, ആ സൈഡ് ഞാനിങ്ങനെ സൂമൊക്കെ കാണിച്ചില്ലേ, അവിടെ 3 ആനകളുണ്ട് എന്നാണ് കേട്ടോ ആ ചേട്ടൻ വന്ന് പറയുന്നത്. അവിടെ ഒരു ഷെഡുണ്ട്, ആ ഷെഡിൻ്റെ കുറച്ച് താഴെ 3 ആനകൾ അവിടെ സ്ഥിരം വരാറുള്ള ആനകളാണെന്നാണ് കേട്ടോ അവർ പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു കോടയെല്ലാം ഉള്ളതുകൊണ്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നില്ല കേട്ടോ. അങ്ങനെയല്ലേ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇവിടെ കടകളൊന്നും ഇല്ല കേട്ടോ, പക്ഷേങ്കിൽ ഈ ചേട്ടൻ ഇവിടെ നല്ല ചായയും നല്ല ചെറു കടികളെല്ലാം കൊണ്ടുവരുന്ന ചേട്ടനാണ് കേട്ടോ. ഇവിടെ സ്ഥിരം കച്ചവടം ആണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ഇവിടെ ഇതാ കുറേ കടികളെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പഴംപൊരി നോക്കിയിട്ട്, പഴംപൊരി നല്ല രസമുണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പഴംപൊരി വാങ്ങി. അങ്ങനെയല്ലേ, ഞാനാണെങ്കിൽ പഴംപൊരി വേണ്ട, പരിപ്പ് വട ആണെങ്കിൽ മതി എന്നെല്ലാം പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. അതാണ് ഞാൻ പരിപ്പ് വട ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ ഇല്ലായിരുന്നു കേട്ടോ, പരിപ്പ് വട ഇല്ല, പഴംപൊരി ഉള്ളായിരുന്നു. അങ്ങനെ ഇവളിതാ കാറിന്ന് തീരെ പുറത്തിറങ്ങുന്നില്ല കേട്ടോ. ഇവിടെ കരടിയുണ്ട്, അട്ടയുണ്ട്, എന്തെല്ലാം ഉണ്ട് എന്നെല്ലാം പറഞ്ഞാണ്ട് കാറിൽ ഒരേ ഇരിപ്പായിരുന്നു. പിന്നെ എന്തിനാണ് അവൾ വന്നത് എന്ന് എനിക്ക് തന്നെ അറിയില്ല അല്ലേ. ഞാൻ എൻ്റെ കാലുമൊക്കെ വെറുതെ ഒന്ന് നോക്കിയതാണ് കേട്ടോ. അപ്പോഴല്ലേ ഗൈസ് കാണുന്നത് നല്ലൊരു അട്ട എൻ്റെ മടമ്പിൻ്റെ സൈഡിൽ കടിച്ചു നിൽക്കുന്നു കേട്ടോ. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് നല്ല പേടിയായി. പക്ഷെ ഞാൻ എങ്ങനെയൊക്കെയോ വലിച്ച് എടുത്ത് പുറത്ത് കളഞ്ഞു കേട്ടോ. അങ്ങനെ പിന്നെ ഞാനിതാ ഉന്നൂൻ്റെയും ഷുട്ടൂൻ്റെയും എല്ലാം കാലുമ്മിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിട്ടോ. പക്ഷേങ്കിൽ ഇവരുടെ കാലുമ്മ ഒന്നും കാണാനില്ല കേട്ടോ. എന്നെ ഇതുപോലെ തന്നെ വേറെ എങ്ങോട്ടോ പോയപ്പോൾ അന്നും എന്നെ അട്ട കടിച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ രക്തമാണെന്ന് തോന്നുന്നുണ്ട് അട്ടകൾക്ക് നല്ല ഇഷ്ടം. അങ്ങനെ ഉമ്മാൻ്റെ കാലുമ്മലും സോൻ്റെ കാലുമ്മലൊക്കെ നോക്കി, പക്ഷെ ഓരോ കാലുമ്മലൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഈ അട്ട എവിടുന്നാണ് കയറിയത് പോലും എനിക്കറിയില്ല. അങ്ങനെയല്ലേ ചേട്ടൻ പറഞ്ഞ പോലെ ആനകളെ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ആന ഉണ്ടായിട്ട് അതിനൊന്ന് കാണാനുള്ളൊരു മോഹം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ കോടയെല്ലാം ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു കുറച്ച് കഴിഞ്ഞ് ചിലപ്പം കോടയൊന്ന് മാറാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നോക്കലാണ് കേട്ടോ. പക്ഷേ പിന്നല്ലേ കുറച്ച് നേരം എല്ലാം കഴിഞ്ഞപ്പോൾ ചെറിയൊരു മാറ്റം എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. മേലോട്ടൊക്കെ നോക്കുമ്പോൾ ആകെ മൂടിയൊരവസ്ഥയായിരുന്നു കേട്ടോ. കുറച്ച് നേരം എല്ലാം വെയിറ്റ് ചെയ്തിട്ട് അങ്ങനെ ഇരുന്നപ്പോഴില്ലേ മൊത്തം കോടയെല്ലാം മാറിയിട്ടോ ഗൈസ്. മൊത്തം ക്ലിയറായൊരു ക്ലൈമറ്റായി മാറി. അങ്ങനെ പിന്നെ ഞങ്ങൾ ആനനെ കാണാനായിട്ട് നോക്കി നിൽക്കലാണ്. അങ്ങനെ കുറച്ച് ദൂരം നിന്ന് നോക്കിയപ്പോഴില്ലേ ഇതാ ആദ്യം ഒന്നിനെ കണ്ടു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഇതാ ഒന്ന് അടിയിൽ നിന്ന് ഇങ്ങനെ കയറി വരുന്നതായിട്ട് കണ്ടു. അങ്ങനെ മൊത്തത്തിൽ 3 ആനകൾ അവിടെ ഒരുമിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവർ സ്ഥിരം വരുന്ന ഒരു ഏരിയ ആണല്ലോ കേട്ടോ ഇത്. ചേട്ടൻ അങ്ങനെ പറഞ്ഞതാണ്, സ്ഥിരം ഇവരിവിടെ ഉണ്ടാവാറുള്ളതാണല്ലോ കേട്ടോ. അങ്ങനെയല്ലേ ഇങ്ങനെ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ നല്ല 3 ആന ഇങ്ങനെ കൂട്ടത്തോടെ ഇങ്ങനെ കാണുന്നത് കേട്ടോ. നല്ല രസമല്ലേ കാണാൻ ഈ ഒരു വ്യൂ. അത്യാവശ്യം നമ്മളെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. പിന്നെ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മളില്ലേ ഒരു 6 മണിയെല്ലാം ആയി, ഇപ്പോൾ ഇരുട്ടാവാറായിട്ട് തുടങ്ങി. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ വീട്ടിലോട്ട് തന്നെ പോകാനുള്ള പ്ലാനിലാണ്. അങ്ങനെ നമ്മളില്ലേ പോകാനായിട്ട് അങ്ങനെ കാറിൽ കയറി. നല്ല ഇന്നത്തെ നമ്മളെ കാഴ്ചയൊക്കെ എല്ലാം നല്ല അടിപൊളി തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളിപ്പോൾ ഇനി പോവാനായിട്ട് നോക്കുകയാണെങ്കിൽ നല്ല തണുക്കുന്നുണ്ടെന്നെല്ലാം പറയുന്നുണ്ട് കേട്ടോ. നമ്മളാണെങ്കിൽ പെട്ടെന്നൊരു പ്ലാനില്ലാത്തൊരു പോരലായതുകൊണ്ട് തന്നെ നമ്മൾ കോട്ടും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. അങ്ങനെ ഇനിയിപ്പോൾ ഇവിടുന്ന് വേഗം പോകാനായിട്ട് നോക്കലാണ്. മെല്ലെ മെല്ലെ ഇനി ചുരമെല്ലാം ഇറങ്ങി വരുമ്പോഴേക്കും നേരം അത്യാവശ്യം ആവില്ലേ. അപ്പോൾ പിന്നെ നമ്മൾ വേഗം തന്നെ അങ്ങനെ പോയിട്ടോ.
ഞങ്ങളിതാ ചുരം ഇറങ്ങിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അത്യാവശ്യം ഒന്ന് ദൂരം പോകുന്നു. സാധാരണ നമ്മൾ ചുരം ഇറങ്ങുമ്പോൾ നല്ല തിരക്കും കാര്യങ്ങളും ബ്ലോക്കെല്ലാം ഉണ്ടാവാറുണ്ട്. ഇന്ന് ഒന്നുമില്ല കേട്ടോ, നല്ല അധികം തിരക്കോ കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ പോവാൻ. ഇങ്ങോട്ടേക്ക് അത്യാവശ്യം വണ്ടിയെല്ലാം വരുന്നുണ്ട്, പക്ഷെ അങ്ങോട്ടേക്ക് അധികമൊന്നും ഇല്ല കേട്ടോ. ഈ സൺഡേകളിലൊക്കെയാണെന്ന് തോന്നുന്നുണ്ട് കൂടുതൽ തിരക്കല്ല അല്ലേ. ചുരമെല്ലാം ഇറങ്ങിക്കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഫുഡെല്ലാം കഴിക്കാനായിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മളങ്ങനെ പോകലാണ് കേട്ടോ. നമ്മളില്ലേ ഫുഡ് കഴിക്കാനായിട്ട് ഇതാ ഹോട്ടലിൽ കയറിയിട്ടോ. അങ്ങനെ നമ്മൾ മന്തിയെല്ലാം ഓർഡറാക്കി. മന്തിയെല്ലാം നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. അപ്പം ഇന്ന് ഷുട്ടുമില്ലേ സ്വന്തമായിട്ട് വാരി കഴിക്കാമെന്നെല്ലാം പറഞ്ഞിട്ട് ഒറ്റയ്ക്കൊരു ചെയറൊക്കെ ഇട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. വാരി വയ്ക്കുമെന്നൊന്നും അറിയില്ല. അപ്പോൾ ഇന്ന് ഷുട്ട് എന്തായാലും വാരി വഹിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ ടാറ്റാ.